അടുത്തത് മകരം കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് മകരക്കൂറ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിതാന്തമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, അതിന് വേണ്ട ജാഗ്രത കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അത് എന്നും മാത്രമല്ല, തനിക്ക് ഓഫീസിലോ അല്ലെങ്കിൽ അവരവർ ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരു അധികാരം കൂടുതലായിട്ട് പ്രദർശിപ്പിക്കേണ്ട, അഥവാ അത് കിട്ടുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള അതിൻ്റെ പേരിൽ വരുമാനം ഉണ്ടാകും ഇവർക്ക്. എന്നാൽ ചിലവ് നിയന്ത്രണമില്ല എന്നുണ്ടെങ്കിൽ വരുമാനത്തിലേറെ ചിലവ് ഉണ്ടാകും എന്നുള്ളതും ഒരു ഫലമായിട്ട് പറയാവുന്നതാണ്. ഇവർക്ക് പല്ല്, നഖങ്ങൾ, എല്ല് മുതലായിട്ടുള്ള അവരുടെ രോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിലും അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. വാക്കുകളെ കൊണ്ടുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും നീരസങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉടലെടുക്കും. അത് കഴിയുന്നത്ര സംയമനം പാലിച്ച് കുടുംബാന്തരീക്ഷം ശക്തമായിട്ട് വയ്ക്കേണ്ടതാണ്. ഒരു പരിഹാരമായിട്ട് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം കത്തിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ എള്ള് അഥവാ എള്ളെണ്ണ ദാനം ചെയ്യുക, അതുപോലെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. ഇതൊക്കെയും നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുകയും വഴിപാട് നടത്തുകയും ഒക്കെ നല്ലതാണ്. ക്ഷമയോടുകൂടിയുള്ള വർത്തമാന രീതിയും ഒക്കെ അവർ ചെയ്തു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.